നമസ്കാരം. സാംസ്കാരിക നായകന്മാരുടെ കമ്മി അടിമത്തത്തോട് നോ പറയാൻ ധൈര്യം കാട്ടിയ അപൂർവം സിനിമക്കാരിൽ ഒരാളാണ് സലിം കുമാർ. ഈ തെരഞ്ഞെടുപ്പിൽ സലിം കുമാർ കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വ്യാപകമായി പ്രചരണം നടത്തുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിയോടൊപ്പം കൂടിയിട്ട് ഒരു പ്രയോജനവുമില്ല, പക്ഷേ കോൺഗ്രസ് ആണ് എൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രചരണം നടത്തുന്ന സലിം കുമാറിന് ഇക്കുറി പലയിടങ്ങളിലും വമ്പൻ ഡിമാൻഡാണ്. കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ്റെ പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സലിം കുമാർ നടത്തിയ പ്രസംഗം വൈറലായിരുന്നു. പിണറായി വിജയനെ കാണാൻ വന്ന ഒരു കുട്ടി അമേരിക്കയേക്കാൾ നല്ല റോഡാണ് കേരളം എന്ന് പറഞ്ഞതിനെയും 3.5 ലക്ഷം കോടി രൂപ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പിണറായി വിജയനെ വന്ന് കണ്ട വ്യവസായിയെ പരിഹസിച്ചുകൊണ്ട് സലിം കുമാർ അന്വേഷിച്ചപ്പോൾ ഇരുവരും ഊളംപാറയിലെ ഓരോ ബെഡിലുണ്ട് എന്ന് പറഞ്ഞതാണ് വിവാദമായത്. ഈ പ്രസംഗം വൈറലായതോടെ സലിം കുമാറിന് മിക്ക വേദികളിലേക്കും ക്ഷണം കിട്ടി. ഇതോടെ കമ്മികളുടെ കുരുപൊട്ടി. സലിം കുമാറിൻ്റെ പ്രചരണം തടയാൻ അവർ ഒരു പരാതിയും കേസുമായി നടക്കുകയാണ്. സലിം കുമാർ അതിനും കൃത്യമായ മറുപടി പറഞ്ഞു. ആ 2 സ്ഥാനാർത്ഥികൾ സാങ്കല്പിക കഥാപാത്രങ്ങളാണ് എന്നാണ് താൻ വിശ്വസിക്കുന്നത്. അവരുടെ പേര് വിവരങ്ങളും വിലാസവും തന്നാൽ അവരെ പോയി കണ്ട് താൻ കാലിൽ പിടിച്ച് മാപ്പ് പറഞ്ഞോളാം എന്നാണ് സലിം കുമാറിൻ്റെ വാദം. അവിടെയും അവസാനിപ്പിക്കുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ വി.ഡി. സതീശനെ വെല്ലുവിളിച്ച് പണി ചോദിച്ചു വാങ്ങരുതേ, അത് പുലിമടയിൽ പോയി തലവയ്ക്കുന്നതിന് തുല്യമാവും എന്ന് പറഞ്ഞ് സലിം കുമാർ ഇങ്ങനെ പരിഹസിച്ചു. പരാതിയെക്കുറിച്ച് ഞാനിത് പറഞ്ഞതാണ്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അത് തീരുമാനിക്കേണ്ടത്. അവർ പറഞ്ഞ രാഷ്ട്രീയ പ്രചരണത്തിൽ നിന്ന് പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. ഞാൻ അതിൽ പിൻവലിക്കാൻ ഒരു തീരുമാനമില്ല. ഊളംപാറ എന്ന് പറയുന്ന ഒരു മാനസിക കേന്ദ്രമില്ല. പിന്നെ എന്തിനാണ് ഇവർ എന്തിനു അടിസ്ഥാനത്തിലുള്ള കേസ് കൊടുക്കുന്നത്? പിന്നെ ഈ 2 വ്യക്തികളെന്നുള്ള ഞാൻ പറഞ്ഞ അവരും ഇല്ല. ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി ആ 2 പേരുടെ അഡ്രസ്സ് ഒന്ന് പറഞ്ഞാൽ ഞാൻ മാപ്പ് പറഞ്ഞേക്കാം. 2 പേരുടെ അഡ്രസ്സ് പറയണം. ഒന്നൊരു വ്യവസായി, മറ്റൊന്നൊരു പയ്യൻ. ഈ പയ്യൻ്റെ അഡ്രസ്സ് എന്ന് ഞാൻ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞേക്കാൻ. അപ്പോൾ ഇല്ലാത്തൊരു കഥക്ക് ഞാനൊരു ട്രോൾ ഉണ്ടാക്കി എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത്. എന്തോ അല്ലാതെ ഇപ്പോഴല്ല 6ാം വയസ്സിൽ തുടങ്ങിയാണ് ഞാൻ ഈ പരിപാടി. കോൺഗ്രസിൻ്റെ കൂടിയും പിടിച്ചിട്ട് അന്ന് ഭയന്നിട്ടില്ല, പിന്നെ നിന്ന്. ചർച്ചയ്ക്കായിട്ട് മുഖ്യമന്ത്രിയെ വിളിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ചർച്ച ഫേസ്ബുക്കിലൂടെ മതി എന്നാണ് വി.ഡി. സതീശനോട്. എനിക്ക് മുഖ്യമന്ത്രിയോട് ഒന്നേ പറയാനുള്ളൂ, പുലിമടയെ കൊണ്ട് തല വെക്കരുത്, അത്ര പറയാനുള്ളൂ എനിക്ക്. അത് വാങ്ങിക്കോളെ. പക്ഷേ പണ്ടറിയാലോ ഈ സതീശൻ വെല്ലുവിളിച്ചത് ആരെ? തോമസ് ഐസക്കിനെ ലോട്ടറി സംഭവത്തിൽ, സാന്റിയാഗോ മാർട്ടിൻ്റെ ലോട്ടറി വിഭാഗത്തിൽ. അന്ന് വി.ഡി. സതീശൻ അദ്ദേഹത്തെ മൂക്കും കൊണ്ട് ധൃതരാഷ്ട്രം എന്നെഴുതിച്ചു. ഇപ്പം ഇദ്ദേഹം ചെന്നാൽ മൂക്കും കൊണ്ട് അദ്ദേഹം ഋത്തിക് റോഷൻ എന്ന് എഴുതിക്കും. ദയവേത് പോകരുത്, നമ്മുടെ മുഖ്യമന്ത്രിയാണ്, പോകരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന. പണ്ട് തോമസ് ഐസക്കിനെ കൊണ്ട് വി.ഡി. സതീശൻ മൂക്കുകൊണ്ട് ധൃതരാഷ്ട്രം എന്ന് എഴുതിപ്പിച്ചു. ആ വി.ഡി. സതീശൻ പിണറായിയെ കൊണ്ട് ഋത്തിക് റോഷൻ എന്ന് മൂക്കുകൊണ്ട് എഴുതിപ്പിച്ചാൽ പണിയാകും. അതുകൊണ്ട് ഈ പണിക്ക് പോവരുതേ എന്നാണ് സലിം കുമാറിൻ്റെ വാദം. വലിയ കയ്യടിയായിരുന്നു സലിം കുമാറിന് കിട്ടിയത്. ഇതുകൊണ്ട് തന്നെ സലിം കുമാറിൻ്റെ പ്രചരണ പരിപാടി അവസാനിപ്പിക്കാനുള്ള ഗൂഢാലോചനയുമായി സഖാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. CPIM ഇന്നും മറക്കാത്തത് എല്ലാവരും ഭയന്ന് പിന്മാറുന്നവരല്ല, ധീരന്മാരുടെ പിറകെ നടന്നാൽ അവർ വിചാരിക്കാത്ത പണി തരും എന്നതാണ്. അതിന് മറ്റൊരു ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് മത്സരിച്ച് ജയിച്ച രാഹുൽ ഇക്കുറി പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമാവേണ്ടതാണ്. എന്നാൽ പിണറായി വിജയനും CPMകാരും കട്ടക്കിറങ്ങി കോൺഗ്രസുകാരെ കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന് സീറ്റ് നിഷേധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തിരക്കേറിയ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിന് ഒരിടത്തും പോവേണ്ട സാഹചര്യമില്ല. വീട്ടിൽ തന്നെ ഇരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുകയാണ്. മുഖ്യമന്ത്രിക്കോ മറ്റേതെങ്കിലും നേതാവിനോ ലഭിക്കാത്തത്ര വലിയ സ്വീകാര്യതയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സോഷ്യൽ മീഡിയ ഇടപാടുകൾക്ക് ലഭിക്കുന്നത്. പിണറായിക്കെതിരെയുള്ള ഒരു പുതിയ കുത്തിത്തിരിപ്പുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ രംഗത്തെത്തി. SDPI ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിയുമായി രംഗത്തെത്തിയത്. പാലക്കാട് വോട്ടട്ടിമറിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ SDPIയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് വ്യാജ കഥ അവതരിപ്പിച്ച CPMനോട് അത്തരമൊരു തെളിവ് ഹാജരാക്കാമോ എന്ന് ചോദിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിമന്യുവിൻ്റെ കഥ പറയുകയാണ്. അഭിമന്യു മഹാരാജ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പാട്ടുപാടിയത് ഒരു ടേപ്പ് റെക്കോർഡിലേക്ക് ഇട്ട് അത് ഓൺ ചെയ്തുകൊണ്ട് നാടകീയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വരുന്നത്. എന്നിട്ട് അമ്മ ഭൂപതിയുടെ ഞാൻ പെറ്റ മകനെ എന്ന പ്രശസ്തമായ വിലാപത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അഭിമന്യുവിനെ കുത്തിമലർത്തിയ SDPIയോട് കൈകോർക്കുന്ന CPM ആദ്യം ഭൂപതി എന്ന
അഭിമന്യുവിൻ്റെ അമ്മയോട് മാപ്പ് പറയണം എന്നാണ് മാങ്കൂട്ടത്തിൽ പറയുന്നത്. തോമസ് ഐസക്കും ശിവൻകുട്ടിയുമൊക്കെ SDPI വോട്ട് തള്ളിപ്പറയാൻ വിയർക്കുന്ന കഥ ചൂണ്ടിക്കാട്ടിയാണ് CPM SDPI സഖ്യത്തിനെതിരെ അഭിമന്യുവിനെ കരിവാക്കി മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മാങ്കൂട്ടത്തെക്കാൾ അപകടകാരി വീട്ടിലിരിക്കുന്ന മാങ്കൂട്ടമാണെന്ന് ഇപ്പോഴെങ്കിലും CPMന് ബോധ്യമായി കാണും. രാഹുലിന്റെ പോസ്റ്റ് 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. 55,000 ലൈക്കും 6,500 കമന്റും 6,000-ലധികം ഷെയറും ആ പോസ്റ്റിന് വന്നിരിക്കുന്നു. മറ്റൊരു രാഷ്ട്രീയ നേതാവിനും ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഇത്രയേറെ വൈറലായ ഒരു പോസ്റ്റ് എഴുതാനോ കയ്യടി നേടാനോ കഴിഞ്ഞിട്ടില്ല. ഇത് ലക്ഷക്കണക്കിന് വോട്ടർമാരെ സ്വാധീനിക്കാതിരിക്കില്ല. രാഹുലിന്റെ ആ വീഡിയോ കാണുക. നീ എന്നെ മറന്നില്ലേ, എന്നെ മറക്കാൻ നിനക്കുപാടെ മനസ്സ് വന്നില്ലേ, അപ്പെന്നെ മനസ്സ് വന്നില്ലേ. മഹാരാജ കോളേജിൽ നീയാജം വന്നപ്പോൾ, മഹാരാജ കോളേജിൽ നീയാജം വന്നപ്പോൾ. ഈ പാട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ പാട്ട് പാടിയ ചെറുപ്പക്കാരനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇടുക്കിയിൽ വട്ടവട എന്ന് പറയുന്ന സ്ഥലം നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? അവിടെ ഭൂപതി എന്ന് പറയുന്ന ഒരു സാധു സ്ത്രീയെ നിങ്ങൾ മറന്നുപോയില്ലേ? ഭൂപതി എന്ന് പറയുന്ന ആ സാധു സ്ത്രീയെ മറന്നാലും നാൻ പെറ്റ മകനെ എന്ന അവരുടെ അലമുറ ഇപ്പോഴും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഇങ്ങനെ വിറങ്ങലിച്ച ഓർമ്മയായിട്ട് അവശേഷിക്കുന്നില്ലേ? മഹാരാജാസ് കോളേജിൽ SFIയുടെ പ്രവർത്തകനായിരുന്ന അഭിമന്യുവിൻ്റെ അമ്മ. അഭിമന്യുവിൻ്റെ അമ്മ ഇത്തവണയും പോളിംഗ് ബൂത്തിൽ പോയി ക്യൂ നിന്ന് വോട്ട് ചെയ്യും. ആ വോട്ട് ചെയ്യുന്നത് ഇടതുപക്ഷത്തിന് തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷേ ഇത്തവണ വോട്ട് ചെയ്യുമ്പോൾ വല്ലാതെ കുറ്റബോധത്തോടു കൂടിയിട്ടായിരിക്കും ആ അമ്മ വോട്ട് ചെയ്യുക. അഭിമന്യുവിനെയൊക്കെ നിങ്ങൾ എന്നേ മറന്നുപോയി. മഹാരാജാസിൽ SFIയുടെ സംഘടനാ പ്രവർത്തകനായതിൻ്റെ പേരിൽ SDPIക്കാരാൽ കൊല്ലപ്പെട്ട നിങ്ങൾ കേരളത്തിലെ ചുമരുകളായ ചുമരുകളിൽ മുഴുവൻ വർഗീയത തുലയട്ടെ എന്ന മുദ്രാവാക്യം എഴുതി വെച്ച ആ സംഭവങ്ങളെല്ലാം നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാകും. ആ മറന്നതിന് ശേഷം നിങ്ങളിപ്പോൾ നേമം മുതൽ വേങ്ങര വരെയും മങ്കട മുതൽ മഞ്ചേശ്വരം വരെയും തെരഞ്ഞെടുപ്പ് ധാരണ SDPIയുമായിട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്തെല്ലാം മറന്നുപോയാലും മായാതെ കിടക്കുന്ന വർഗീയത തുലയട്ടെ എന്ന മുദ്രാവാക്യങ്ങൾ, ആ മുദ്രാവാക്യങ്ങളുടെ മുകളിൽ വെള്ളയടിച്ച് നാൻ പറ്റ മകനെ മാപ്പ് എന്നെഴുതി വെച്ചിട്ടേ നിങ്ങൾ വോട്ട് പിടിക്കാൻ ഇറങ്ങാവുള്ളൂ എന്നൊരു അഭ്യർത്ഥനയാണ് CPMന്റെ നേതാക്കന്മാരോട് എനിക്ക് പറയാനായിട്ടുള്ളത്. അഭിമന്യു കൊല്ലപ്പെട്ട് വർഷം 2 തികയുന്നതിന് മുൻപ് അഭിമന്യു കൊലക്കേസിലെ 4ാം പ്രതിയായ അമാൻ ഫറൂഖി എന്ന SDPI പ്രവർത്തകന്റെ പഞ്ചായത്തായ കോട്ടാങ്ങലിൽ തന്നെ CPM SDPIയുമായി ചേർന്ന് പഞ്ചായത്ത് ഭരിച്ച ആളുകൾക്ക് കേരളം മുഴുവൻ ആ സഖ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനകത്ത് പ്രത്യേകിച്ച് മനസാക്ഷിക്കുത്തൊന്നുമില്ല. ആ മനസാക്ഷിക്കുത്തൊന്നും മറയ്ക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വിജയൻ ഇന്ന് പറഞ്ഞത് പാലക്കാട് നിങ്ങളൊക്കെ ചങ്ങായിമാരായില്ലേ എന്ന്. പാലക്കാടിനെ പറ്റി പറയുമ്പോൾ പാലക്കാട് ആ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ 18,840 വോട്ടുകൾക്ക് വിജയിച്ച ആള് ഞാനാണ്. ശ്രീ വിജയനോടും വിജയനെ പിന്തുണയ്ക്കുന്ന സേനയോടും ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, SDPIയുടെ വോട്ട് എനിക്ക് വേണമെന്ന് പറയുന്ന ഒരൊറ്റ വീഡിയോ, ഏതെങ്കിലും ഒരു ബൈറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ടോ? ഇന്നിപ്പോ ശിവൻകുട്ടിയെ പറ്റി SDPI നേതാക്കന്മാർ പറഞ്ഞത് ശിവൻകുട്ടി വോട്ട് ചോദിച്ചു എന്നാ. പാലക്കാട് അടക്കമുള്ള ഏതെങ്കിലും ഒരു SDPI നേതാവിനോട് ഞാൻ അവരോട് വോട്ട് ആവശ്യപ്പെട്ടതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെളിവ്, അത് ഡിജിറ്റൽ എവിഡൻസോ ഫിസിക്കൽ എവിഡൻസോ എന്തെങ്കിലും ഒരു തെളിവ് തരത്താൻ നിങ്ങൾക്ക് കഴിയുമോ? ഇല്ല. എന്നോട് SDPIയുടെ വോട്ട് വേണമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് SDPIയിൽ മാത്രം എന്തിനാണ് ലിമിറ്റ് ചെയ്യുന്നത്? വർഗീയമായി ചിന്തിക്കുകയെങ്കിലും ചെയ്യുന്ന ഒരൊറ്റ മനുഷ്യന്റെ പോലും വോട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞതിന്റെ കൂടി അംഗീകാരമായിട്ടാണ് പാലക്കാടിന്റെ മതേതര മണ്ണ് എന്നെ വലിയ വോട്ടിൽ വിജയിപ്പിച്ചതെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. മറിച്ച് നിങ്ങളുടെ ശിവൻകുട്ടി എന്താ പറഞ്ഞിട്ടുള്ളത്? അഭ്യർത്ഥനയിൽ പറയാൻ കഴിയുമോ ഇന്ന ആളുകളുടെ വോട്ട് വേണ്ട, ഇന്ന ആളുകളുടെ വോട്ട് മതിയെന്ന്? ഞങ്ങൾക്ക് പറയാൻ കഴിയും, വർഗീയമായി ചിന്തിക്കുന്ന ഒരാളുടെയും വോട്ട് വേണ്ട. ശിവൻകുട്ടിക്ക് മാത്രമല്ല SDPI വോട്ടുകളോട് അസ്പർശ്യതയില്ലാത്തത്. CPMന്റെ വളരെ മുതിർന്ന നേതാവും അവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും ആലപ്പുഴ ജില്ലയിലെ എല്ലാ സീറ്റുകളുടെ ചുമതലയും ഏൽപ്പിച്ചിരിക്കുന്ന ശ്രീ തോമസ് ഐസക്, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്ക് കേൾക്കാം. അതിനെ ആർക്ക് വേണമെങ്കിൽ പിന്താങ്ങിയാലും ഞങ്ങൾ ആ വോട്ട് വേണ്ടെന്ന് പറയത്തില്ല. ഞങ്ങളുടെ നയത്തെ ആര് പിന്താങ്ങിയാലും ആ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറയില്ല എന്ന് തോമസ് ഐസക് ഇത് എവിടെ നിന്നുകൊണ്ടാണ് പറയുന്നത് എന്നുള്ളതാണ് പ്രസക്തം. 2021 ആണ്ട് ഡിസംബർ 18 ഷാൻ എന്ന് പറയുന്ന SDPI പ്രവർത്തകനെ അതിക്രൂരമായി RSSR കൊല ചെയ്യുന്നു. 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് തിരിച്ച് രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന RSS പ്രവർത്തകനെ SDPIക്കാർ ക്രൂരമായി കൊല ചെയ്യുന്നു. അത്രയ്ക്ക് SDPIക്ക് സംഘടനാ സ്വാധീനമുള്ള ആലപ്പുഴ ജില്ലയിൽ അവർക്ക് പൊളിറ്റിക്കൽ ലെജിറ്റിമസി കൊടുക്കുകയാണ് CPMന്റെ തലമുതിർന്ന നേതാവ് തന്നെ. ഇപ്പോ വേങ്ങരയിൽ നിങ്ങൾക്കൊരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ആരാണ്? സഭാവ്.
ആരാണ് ഈ സഖാവ്? 2021 തെരഞ്ഞെടുപ്പിൽ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് UDF വേണ്ടി മത്സരിച്ചപ്പോൾ അവിടെ SDP സ്ഥാനാർത്ഥിയായി മത്സരിച്ച സഖാവാണ് ഇത്തവണത്തെ LDF സ്ഥാനാർത്ഥി. അങ്ങനെ മത്സരിക്കുന്ന ആ വേങ്ങരയിൽ ശ്രീ KM ഷാജി പറഞ്ഞിട്ടുണ്ട്, SDP വോട്ട് വാങ്ങിയിട്ടുള്ള ഒരു ജയവും എനിക്ക് വേണ്ട എന്ന്. മഞ്ചേശ്വരത്ത് എന്താ പ്രശ്നം? മഞ്ചേശ്വരത്ത് SDP നേതാക്കന്മാർ പറഞ്ഞത് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ UDF തെരഞ്ഞുപിടിച്ച് പരാജയപ്പെടുത്തി, അതുകൊണ്ട് UDF പരാജയപ്പെടുത്തുമെന്നാണ്. അവിടെ UDF-ഉം BJP-യും തമ്മിൽ മത്സരിക്കുമ്പോൾ പോലും UDF വേണ്ട എന്ന് തീരുമാനിക്കുകയാണ് SDPI. നേമത്ത് നിങ്ങളെ പിന്തുണയ്ക്കുകയാണ് SDPI. ഒന്ന് ഓർത്തു നോക്കൂ, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് CPM കഴിഞ്ഞാൽ ഏറ്റവും അധികം സീറ്റുകൾ പിന്തുണയ്ക്കുന്ന CPI-യേക്കാൾ വലിയ ഘടകകക്ഷിയായി SDPI മാറിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ സീറ്റുകൾ, നേമം മുതൽ മഞ്ചേശ്വരം വരെയുള്ള മറ്റ് സീറ്റുകൾ, അങ്ങനെ നോക്കുമ്പോൾ CPI-യേക്കാൾ വലിയ ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്ക് ആയിട്ടുള്ള ഘടകകക്ഷി SDPI ആണ്. ആ SDPI-യും RSS-നെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് എങ്ങനെയും ഒരു സർക്കാർ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തെല്ലാം മറന്നാലും എന്തെല്ലാം മായ്ക്കുവാൻ ശ്രമിച്ചാലും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വർഗീയത തുലയട്ടെ എന്ന ചുവരെഴുത്തുകൾ ഇപ്പോഴും കേരളത്തിന്റെ പലയിടത്തായിട്ട് കിടപ്പുണ്ട്. അത് കണ്ട മനുഷ്യർ, അഭിമന്യുവിനെ കണ്ട മനുഷ്യർ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ തോൽപ്പിക്കുക തന്നെ ചെയ്യും. RSS-ഉമായിട്ടുള്ള നിങ്ങളുടെ ചങ്ങാത്തത്തെ പറ്റി നമുക്ക് ഉടനെ തന്നെ സംസാരിക്കാം. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിലും നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം.